ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതുവരെ ഇങ്ങനെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നും നമ്മൾ ഹാഫ് 3Dയും ഫുൾ 3Dയും ഒക്കെ കാണിച്ചിട്ട് പ്ലാനിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. എന്നാൽ ഇന്നുള്ള വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ ഉൾവശം കാണിച്ചിട്ട്, അതായത് വാക്ക് ത്രൂ ആയി കാണിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട ഇൻറ്റീരിയലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഒരു ലോ ബഡ്ജറ്റായിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഏകദേശം ഞാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ചാനലിൽ 250-ൽ കൂടുതൽ വീടിൻ്റെ തന്നെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ കാണാത്ത കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. ഈ സിറ്റ് ഔട്ടിൻ്റെ 2 ഭാഗങ്ങളിലായിട്ടും ഓരോ പില്ലർ വീതം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പില്ലറിന് ഡിസൈൻ ചെയ്യാനായിട്ട് സ്റ്റോണുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ടെമ്പർ ഗ്ലാസ് ആണ്. അതിൻ്റെ കൈവരികളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ ട്യൂബാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് നമ്മൾ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ ഇരുന്നാൽ കാർ പോർച്ച് കാണാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ടെമ്പർ ഗ്ലാസുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സേഫ്റ്റി പ്രോബ്ലം തോന്നുന്നവർക്ക് നമുക്ക് വേണമെങ്കിൽ ഇൻസൈഡിൽ ഗ്രില്ല്, അതായത് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ള ഗ്രിൽസുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഈ കാർ പോർച്ചിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് GA സ്ക്വയർ ട്യൂബാണ്. ആ സ്ക്വയർ ട്യൂബിൻ്റെ മേലെ വുഡൻ ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് കാണാവുന്ന രീതിയിലുള്ള ടെമ്പർ ഗ്ലാസുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് സേഫ്റ്റി പ്രോബ്ലം തോന്നുന്നുണ്ടെങ്കിൽ ഗ്രില്ലുകൾ നമ്മൾ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടിൻ്റെ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 10 ഫീറ്റ് വീതിയും 11 ഫീറ്റ് നീളവുമാണ് ഈ വീടിൻ്റെ ടോട്ടൽ ലെങ്ത്തും വിഡ്ത്തും വരുന്നത്. ഈ വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1030 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. $150 വീതിയും 400 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്നത് ഈ ലിവിങ് ഏരിയയിലേക്കാണ്. കയറിയെത്തുന്ന ഫ്രണ്ട് സൈഡിലായിട്ടാണ് നമ്മളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മളൊരു പൂജാ യൂണിറ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഏകദേശം ഒരു 4 ആൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സോഫയാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് ഒരു വാൾ ഡെക്കോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളൊരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും പുറത്തേക്ക് കാണാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആൾക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ റൈറ്റ് സൈഡിലായിട്ട് തന്നെയാണ് നമ്മളൊരു വാഷിംഗ് യൂണിറ്റ് കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ബെഡ്റൂം കാണാം. അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ 2 പാളികളുള്ളൊരു വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് 2 പാളിയുള്ളൊരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് ബാത്റൂം നോക്കാം. നേരെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് നമ്മൾ വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വാഷ് ബേസിൻ മാത്രം കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മൾ ബാത്ത് സ്പേസും അതുപോലെ ക്ലോസറ്റ് കൂടി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 2 പാളികളുള്ള ഒരു വിൻഡോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ടാണ് നമ്മൾ വാൾഡ്രോബർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ 2 പാളികളുള്ള ഒരു വിൻഡോ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളൊരു കമ്പ്യൂട്ടർ ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. ഇതിൻ്റെ നേരെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെയാണ് വാഷ് ബേസിൻ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ബാത്ത് സ്പേസും ക്ലോസറ്റും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മളൊരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു കിച്ചണാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ 2 പാളികളുള്ള ഒരു വിൻഡോ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളതും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ്. ഈ വർക്ക് ഏരിയയിൽ ഒരു കിച്ചൺ സിങ്കും കൂടാതെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ടോപ്പ് സൈഡിലായിട്ട് തന്നെ നമ്മൾ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ വർക്ക് ഏരിയയിൽ നിന്നും നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഹാഫ് 3D. നമ്മൾ വാക്ക് ത്രൂ കാണുമ്പോൾ എല്ലാം ചെറിയ ബെഡ്റൂമുകളും ചെറിയ സ്പേസ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഹാഫ് 3D കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അത്യാവശ്യം വലിയ രീതിയിലുള്ള സ്പേസ് നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണെന്ന്. ഇനി നമുക്ക് ഈ വീടിൻ്റെ പ്ലാൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ. ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് മാത്രം ഒന്ന് നോക്കാം. ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് 400 സെൻറ്റിമീറ്റർ നീളവും 150 സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടുള്ള കാർപോർച്ചിൻ്റെ സ്പേസ് 320 സെൻറ്റിമീറ്റർ വീതിയും 320 സെൻറ്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് നമ്മളൊരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ഈ ലിവിംഗ് ഏരിയയുടെ സ്പേസ് 330 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 330 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ ഈ ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിന്റെ സ്പേസ് 210 സെന്റിമീറ്റർ നീളവും 150 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ആണ് ഈ ഡൈനിങ് ടേബിളിന്റെ ഏരിയക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് യൂണിറ്റ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസും 330 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയും തന്നെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ കിച്ചൺ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോർമൽ കിച്ചൺ ആയിട്ടും മാറ്റാവുന്നതാണ്. ഈ കിച്ചന്റെ സ്പേസ് വരുന്നത് 270 സെന്റിമീറ്റർ വീതിയും 320 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കിച്ചന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഏരിയയുടെ സ്പേസ് 150 സെന്റിമീറ്റർ വീതിയും 300 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വർക്ക് ഏരിയയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് 1040 സെന്റിമീറ്റർ ആണ്. ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കുള്ള സ്പേസ് വരുന്നത് 1150 സെന്റിമീറ്ററുമാണ്. ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1030 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.